ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോബിൾ ലേഡി ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് കാണിക്കുന്നത് കോട്ടയിൽ തെച്ചി വർക്ക് വരുന്ന മെറ്റീരിയലാണ്. കുറച്ച് മീഡിയം റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ. കോട്ടയിൽ തെച്ചി വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അതിൻ്റെ ലൈറ്റ് കളർ ചാർട്ടും ഉണ്ട്, ഡാർക്ക് കളർ ചാർട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡാർക്ക് കളറാണ്. ബോട്ടിൽ ഗ്രീൻ കളറിൽ തെച്ചി വർക്കും എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പിങ്കും പീച്ചൊക്കെ കൂടിയിട്ടുള്ള ഫ്ലവറിൻ്റെ മോഡലുള്ള എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഇങ്ങനെയാണ് വർക്ക്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ്. ബാക്ക് പ്ലെയിൻ ആണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48-49 ഇഞ്ചാണ്. സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും. ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടയിൽ തന്നെയാണ്. സിൽക്കി ഫിനിഷ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെയാണ് ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്. 2.4 ആണ് ലെങ്ത്ത്. രണ്ട് സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റും. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡ്വിൻ്റെ ബോട്ടം, ഡാർക്ക് ഗ്രീൻ കളർ. റേറ്റ് 890, 890. അടുത്ത് നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ. നല്ലൊരു കളറാണ്. ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. തെച്ചി വർക്കും ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ മോഡലുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 48-49 ഇഞ്ചാണ് ലെങ്ത്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ സെയിം കളർ തന്നെ കോട്ടയിൽ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പ് പോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. 2.4 ആണ് ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളർ സാൻഡ്വിൻ്റെ ബോട്ടം. റേറ്റ് 890, 890. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഫോൺ പേ വഴിയൊക്കെ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസിൻ്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ. അടുത്ത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡാണ്. ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും തെച്ചി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48-49 ഇഞ്ചാണ്. നമുക്ക് ഓഫീസ് വെയറിനും നോർമൽ യൂസിനൊക്കെ നല്ലതാണ് കേട്ടോ. വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടയിലാണ്. ടോപ്പിൻ്റെ സെയിം കളർ തന്നെ ഫുള്ള് ഇങ്ങനെ ദുപ്പട്ടയിൽ എംബ്രോയ്ഡറി വർക്കാണ്. നല്ല ഭംഗിയുള്ള വർക്കുകളുണ്ട്. ചെറിയൊരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. സ്കാലപ്പ് പോലെ ഡിസൈൻ. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡ്വിൻ്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 890, 890. അടുത്ത സെയിം മെറ്റീരിയൽ തന്നെ ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടയിൽ സിൽക്കി ഫിനിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതുപോലെയാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ്. 2.4 ആണ് ലെങ്ത്ത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. ബോട്ടം സാൻഡ്വിൻ്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 890, 890. അടുത്ത് സെയിം മെറ്റീരിയൽ തന്നെ ഡാർക്ക് ബ്ലൂ കളറാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡാർക്കാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ തെച്ചി വർക്കും എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. 48-49 ഇഞ്ചാണ് ലെങ്ത്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടയിൽ തന്നെ സെയിം കളർ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ്. സ്കാലപ്പ് പോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2.4 ആണ് ലെങ്ത്ത്. ബോട്ടം സെയിം കളർ സാൻഡ്വിൻ്റെ ബോട്ടം. റേറ്റ് 890, 890. ഇനി കാണിക്കുന്നത് ലൈറ്റ് കളർ ചാർട്ടാണ് കേട്ടോ. കോട്ടയിൽ തെച്ചി വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇത് വന്നിട്ടുള്ളത് യോക്ക് മോഡലാണ്. തെച്ചി വർക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. യോക്കിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ മെറൂൺ കളറും ഒരു നല്ലൊരു പീച്ച് കളറൊക്കെ കൂടിയിട്ട് അതിലിങ്ങനെ ചുറ്റും ഒരു സീക്വൻസ് വർക്ക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ബോഡി ഫുള്ളും ഇങ്ങനെ തെച്ചി വർക്ക്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. കോട്ടയിൽ തന്നെയാണ് മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. 48-49 ഇഞ്ചാണ് ലെങ്ത്ത്. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടയിൽ തന്നെ. ദുപ്പട്ടയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഈ യോക്കിലുള്ള സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സ്കാലപ്പ് പോലെ അതിലിങ്ങനെ സീക്വൻസ് വർക്കും ഫുള്ളിങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ സ്കാലപ്പ് വർക്ക്, ഒരു സൈഡിൽ സ്കാലപ്പ് വർക്ക്. ദുപ്പട്ടയുടെ ലെങ്ത്ത് 2.3 ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. ബോട്ടം സാൻഡ്വിൻ്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 890, 890.
അടുത്തൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ, ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഗ്രീൻ ആണ്. യോക്കിൽ വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, എംബ്രോയിഡറി വർക്ക്, ചുറ്റും ഇങ്ങനെ സീക്വൻസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ്. ബോഡി ഫുള്ളും തെപ്ചി വർക്കാണ്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. 49 ഇഞ്ചാണ് ലെങ്ത്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെയാണ്. വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവുന്ന മെറ്റീരിയലാണ് കേട്ടോ. ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു സൈഡിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്കാണ്. ഫുള്ളും ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. സെയിം കളർ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ബോട്ടം സെയിം തന്നെ, സാൻഡ്വിൻ്റെ ബോട്ടം. റേറ്റ് 890, 890. പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും പോളി ജംഗ്ഷനും ഇടയിലാണ്. വരാൻ സാധിക്കുന്നവർക്ക് ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടെ വന്നാൽ വേറെയും കളക്ഷൻസ് കാണാം. അടുത്ത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. യോക്കിലെ വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു ഗ്രേപ്പ് കളറും പിങ്കും കൂടിയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വർക്കാണ്. ചുറ്റും ഇങ്ങനെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48 ഇഞ്ചാണ്. ദുപ്പട്ട ഇതുപോലെയാണ്. ദുപ്പട്ടയുടെ ഒരു സൈഡിൽ ഇങ്ങനെ തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. 2.3 ആണ് ലെങ്ത്ത്. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഡെയിലി വെയറിനൊക്കെ ഓഫീസ് വെയറിനും നല്ലതാണ്. ബോട്ടം സെയിം കളർ, സാൻഡ്വിൻ്റെ ബോട്ടം. റേറ്റ് 890, 890. കോട്ടയിൽ അടുത്തത് ലൈറ്റ് വയലറ്റ് കളറാണ്. അതിൽ യോക്കിൽ ഡിസൈൻ വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഡാർക്ക് വയലറ്റ് കളറിലാണ്. നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. ഫുള്ളും ഫ്രണ്ടിൽ ഇങ്ങനെ തെപ്ചി വർക്കാണ്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട കോട്ടയിൽ തന്നെയാണ്. സിൽക്കി ഫിനിഷാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട. ഇതുപോലെ ഒരു സൈഡിൽ സ്കാലപ്പ് പോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. യോക്കിലുള്ള സെയിം വർക്ക് തന്നെ. ഫുള്ളിങ്ങനെ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡ്വിൻ്റെ ബോട്ടം, സെയിം കളർ, ലൈറ്റ് വയലറ്റ് കളർ. റേറ്റ് 890, 890. ഇനി കാണിക്കുന്നത് സിൽക്കി കോട്ടയിൽ വരുന്ന മെറ്റീരിയലാണ്. നല്ല ഡാർക്ക് മെറൂൺ കളറിൽ യോക്കിൽ ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും, താഴെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ്. ബോഡി ഫുള്ളും ചെറിയ ചെറിയ ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെ. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48 ഇഞ്ചാണ്. ദുപ്പട്ട കോട്ടയിൽ തന്നെയാണ്. ഫുള്ളിങ്ങനെ എംബ്രോയിഡറി വർക്കാണ്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഈ യോക്കിലുള്ള സെയിം സ്കാലപ്പ് പോലെ അങ്ങനെ കൊടുത്തിട്ട്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം സാൻഡ്വിൻ്റെ ബോട്ടം, മെറൂൺ കളർ, ഡാർക്ക് മെറൂൺ കളർ. റേറ്റ് 850, 850. അടുത്ത സെയിം മെറ്റീരിയൽ തന്നെ ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. അതിൽ യോക്കിൽ ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിട്ടുണ്ട്. താഴെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ്. ടോപ്പ് ഫുള്ളും ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. 48 ഇഞ്ചാണ് ലെങ്ത്ത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെ. ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു സൈഡിൽ സ്കാലപ്പ് പോലെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളും ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം സാൻഡ്വിൻ്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 850, 850. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന പുതിയ കളക്ഷൻസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ആ ഓളും കൂടി സെലക്ട് ചെയ്യുക. വീഡിയോ FBയിലോ ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.